കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ എല്ലാം അവസാനിച്ചല്ലോ. ഏതായാലും ഒരുപാട് ഇൻകമിങ്സ് ഔട്ട് ഗോയിങ്സ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതും വരുന്നുണ്ട്. കൂടുതൽ ഔട്ട് ഗോയിങ്സിനെ പറ്റിയിട്ടാണ് റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം പലരും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇന്ന പ്ലേസ് പോകും, ഇന്ന പ്ലേസിനെ പറ്റിയൊക്കെ വീഡിയോ നമ്മുടെ കമൻസിനകത്തൊക്കെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് സംഭവങ്ങൾ വന്നാലേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന പോസ്റ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എക്സിലോ ഇൻസ്റ്റയിലോ അങ്ങനെ ഏതെങ്കിലും പേജിൽ വന്നത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ റിലയബിൾ ആയിട്ട് തോന്നുന്ന തരത്തിൽ നമുക്ക് സംസാരിക്കണം. ഇപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ വരുന്നതാണ്. ഇപ്പം ലൂണ, ദിമി ഈ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ എന്താകും എന്നുള്ളത്. ഇപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൂണയുടെയാണ്. കാരണം ദിമിയുടെ നേരത്തെ കുറേ നാളുകൊണ്ട് വരുന്നുണ്ട്, ഈ സീസൺ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ വരുന്നുണ്ട്, KBC കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. എന്നാൽ ലൂണയുടെ കാര്യം ഇപ്പം ഇവാൻ പോയതിന് ശേഷമാണ് ശക്തമായിട്ടുള്ള ഇങ്ങനെ ലൂണ പോകും എന്നൊക്കെയുള്ള തരത്തിലൊക്കെ വരാൻ തുടങ്ങിയത്. ഈ പറഞ്ഞല്ലോ, നമുക്ക് എന്താണെങ്കിലും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ഇൻഫർമേഷൻ പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിലോ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു പ്ലെയർ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മേ ബി രണ്ട് പ്ലേയേഴ്സും. ആ രണ്ട് പ്ലേയേഴ്സും എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാൻ പോയിട്ടുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സിസ്റ്റത്തിൽ കളിച്ച് ഇതായിട്ടുള്ള പ്ലേയേഴ്സാണല്ലോ. അപ്പം ആ ഒരു ഡിസിഷൻ വൈസ് ചിലപ്പം തീരുമാനങ്ങൾ വന്നേക്കാം. ഫോർ മീ പറയുകയാണെങ്കിൽ ഈ രണ്ട് പ്ലേയേഴ്സും ഉണ്ടെങ്കിൽ അത് പറഞ്ഞതുപോലെ ഒരു അസറ്റ് തന്നെയായിരിക്കും. കാരണം ഇപ്പം ഏത് കോച്ചസിനാണെങ്കിലും ആവശ്യമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അത് ദിമി. അതുപോലെ തന്നെ ഇപ്പം ലൂണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ISL നിലവിലൊക്കെയുള്ള ഏത് കോച്ചസിനാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ലൂണ KBC വിടുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്ലബ്സും അതിനുവേണ്ടി ട്രൈ ചെയ്യാനും കിട്ടിയാൽ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും. അപ്പം പറഞ്ഞ പോലെ രണ്ട് അസറ്റ്സ് ആയിട്ടുള്ള താരങ്ങൾ തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരും. രണ്ടുപേരും ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ലൂണെങ്കിലും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പം വന്നിട്ടുള്ളതാണ്. അപ്പം IFT ന്യൂസ് മീഡിയ അവർ എക്സിലും ഇതൊക്കെ കുറച്ച് റിലയബിളായിട്ട് ന്യൂസസ് വരുന്നതാണ്. അപ്പം അത് വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ധാമാർ, നമ്മുടെ പ്രബീർ ദായും പ്രീതം ദായും, ഈ രണ്ട് താരങ്ങളെ റിലീസ് ചെയ്യാനായിട്ട് KBC ഇത് ചെയ്യുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരിലേക്ക് വരുമ്പം ആദ്യം പ്രബീർ ദാസിലേക്ക് വരാം. പ്രബീർ ദാസ് ഒരുപാട് ഫാൻസിനെയൊക്കെ വന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരിതാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫാൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ പ്രബീർ അത്ര ഒരു മികവാർന്ന ഇതായിട്ട് തോന്നിയിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഒഫൻസീവ് വിങ് ബാക്ക് നമ്മൾ ക്രോസസ് ഇത് ചെയ്യുന്നൊക്കെയുള്ള ലെവലിലാണ്. പക്ഷേ നമ്മൾ പണ്ട് മോഹൻ ബഗാനിലൊന്നും കണ്ടതിൻ്റെ ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഡിഫെൻസീവ്ലി ബ്ലണ്ടേഴ്സ് സ്ഥിരമായിട്ട് വരുത്താറുണ്ട്. ഒരു മാച്ചിൽ ഒരു ഒപ്പോണൻസിന് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമെങ്കിലുമൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സെയിം മിസ്റ്റേക്ക് പലപ്പോഴും വരുത്തുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹം കളിക്കാണ്ടായി. അതൊരു മോശം സൈനിങ് എന്ന നിലയിൽ തന്നെ വിലയിരുത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, 2026 വരെ കോൺട്രാക്റ്റുള്ളൊരു പ്ലെയർ ആയിരുന്നു. പിന്നെ നമ്മൾ ഫ്രീ ഏജൻറ്റ് എന്ന നിലയിൽ സൈൻ ചെയ്ത പ്ലെയറാണ്. അപ്പോൾ നമുക്ക് വിൽക്കുന്ന വലിയ ഇതൊന്നും ഇല്ല. ഇവൻ കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പം ചെറിയൊരു ഫീ വരെ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പ്രീതം കോട്ടാലിൻ്റെ സൈനിങ് എടുക്കുന്ന ഒരു സമയത്താണ് അവിടെയാണ് പ്രശ്നങ്ങൾ നിൽക്കുന്നത്. കാരണം ഇതൊരു സ്വാപ്പ് ഡീലാണ്. സ്വാപ്പ് ഡീൽ അല്ല എന്ന് പലരും പറയുമെങ്കിലും സ്വാപ്പ് ഡീൽ തന്നെയാണ്. സഹൽ അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ, ഈ രണ്ട് താരങ്ങളെ സ്വാപ്പ് ഡീൽ ചെയ്താണ്. മോഹൻ ബഗാനിലേക്ക് സഹലിനെ കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ പ്രീതം കോട്ടാലിനെ കൊണ്ടുവന്നു. പ്രീതം കോട്ടാലിൻ്റെ കാര്യം എടുത്താലും ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റിലൊക്കെയാണ് കൊണ്ടുവന്നത്. ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് നിന്നിട്ടുള്ള സഹലിനെ കൊടുത്തിട്ട് മോഹൻ ബഗാന് കൊടുത്തിട്ട് അവിടുന്ന് ഒരു 30 വയസ്സുകാരനായിട്ടുള്ള പ്രീതത്തെ എത്തിക്കുന്നു. 1 വർഷം കൊണ്ട് തന്നെ റിയലൈസേഷൻ ഉണ്ടാകുന്നു, ഇദ്ദേഹത്തിന് മുന്നോട്ട് തുടരാൻ കഴിയില്ല, റിലീസ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. സഹൽ ആ നിലയ്ക്ക് നോക്കുമ്പം അവിടെ മോഹൻ ബഗാനിൽ നല്ലപോലെ കളിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ സഹലിൻ്റെ പോക്കിനെ പറ്റി പറയുമ്പോൾ പലരും പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ പറയുന്നൊരു കാര്യം, ഇപ്പം സഹലിന് പേഴ്സണലി KBC നിൽക്കാനൊക്കെ തന്നെ ആയിരുന്നു ആഗ്രഹം എന്നൊക്കെയാണ് അന്ന് കേട്ടത്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോച്ച് സൈഡിൻ്റെ ഒക്കെ ഒരു ഡിസിഷൻ ആയിരുന്നു. ഇപ്പം സഹൽ പലരും പറയുന്നില്ല ഇവിടെ സെറ്റ് ആകുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറയാം ഇവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒരു നിലയ്ക്കാണ് അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് പോകുന്നതും പിന്നെ പ്രീതത്തിനെ പകരം എത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹലിന് അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് മോഹൻ ബഗാനിൽ പോയി ഈ സീസണിൽ കുറച്ച് പരിക്കുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. അതും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായി. അതുപോലെ ISL ഷീൽഡ് സ്വന്തമാക്കി, ഡുറൻ കപ്പ് സ്വന്തമാക്കി, ISL ട്രോഫിയുടെ റേസിലുണ്ട്.
അതുപോലെ തന്നെ AFC കപ്പിലൊക്കെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സീസൺ തന്നെയായിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. ഈ ഒരു സൈനിങ് ഒരു മോശം സൈനിങ് ആയി മാറുന്നത് ഈ പറഞ്ഞതുപോലെ പ്രീത് ഇവിടെ വർക്കാവുന്നില്ല, ഒരു സീസൺ കൊണ്ട് തന്നെ അദ്ദേഹത്തെ വിൽക്കുന്ന ഒരു സമയത്താണ്. ഇപ്പം സഹൽ മോഹൻ ബഗാനിലേക്ക് പോയത് ഒരു കുഴപ്പമുള്ള കാര്യമില്ല, കാരണം അദ്ദേഹം ഒരു നല്ല പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സെയിൽ ചെയ്യാം, വേണമെങ്കിൽ ഞാൻ പറയാം നമുക്കൊരു വലിയ ട്രാൻസ്ഫർ ഫീ കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു എമൗണ്ടിൽ വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താം. പക്ഷേ ഇതൊരു സ്വാപ്പ് ഡീലായിട്ട് മാറുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുള്ളത്. നമുക്കിപ്പം പകരം ഒരു യങ് പ്ലെയറെ തന്നെ ഇപ്പം ഒരു ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ലിസ്റ്റൺ ആണെങ്കിലും അല്ലെങ്കിൽ മൻവീർ ആണെങ്കിലും കിയാൻ നസീർ ഇതുപോലത്തെ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടാണ് കൊടുത്തതെങ്കിൽ അത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ പ്രീതം എന്ന് പറയുന്ന പ്ലെയറെ കൊണ്ടുവരികയും ചെയ്തപ്പം ആ ഒരു പ്ലെയറെ ഇപ്പം കളയേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ സീസണിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുള്ള കാര്യമാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ സഹലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ 2 ഗോളും 3 അസിസ്റ്റ്, അങ്ങനെ 5 ഗോൾ കോൺട്രിബ്യൂഷൻസ് മറ്റും ഉണ്ടായിരുന്നു. അതിന് മുന്നത്തെ സീസൺ 6 ഗോൾ 1 അസിസ്റ്റ്, അങ്ങനെ 7 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് മോഹൻ ബഗാൻ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ സെറ്റ് അല്ല എന്നൊക്കെ പറയുന്നൊരു പ്ലെയറിന് പോലും അല്ലെങ്കിൽ അത്രയും, അതായത് സഹൽ KBFCയുടെ സിസ്റ്റത്തിൽ സെറ്റ് അല്ലായിരുന്നിട്ട് പോലും ഇത്രയും ഗോൾ കോൺട്രിബ്യൂഷൻ സെറ്റാണ് എന്ന് KBFC മാനേജ്മെൻറ്റും കോച്ചൊക്കെ വിശ്വസിച്ചിട്ടുള്ള പ്ലേയേഴ്സിന് ആ ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ചോദ്യം. നമ്മൾ പകരം ആരെ എത്തിച്ചു ആ ഒരു ട്രാൻസ്ഫർ ഡീൽ നടത്തിയപ്പോൾ അതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇതൊരു മോഹൻ ബഗാൻ്റെ സ്കാം ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഒരിക്കലും പറയത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ കോടികൾ കൊണ്ടിരുത്തിയിരിക്കുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറും ഒക്കെ ഉണ്ടല്ലോ, അവർ മണ്ടന്മാരൊന്നും അല്ലല്ലോ. പറഞ്ഞാൽ ഇത്രയും പണം കൊടുത്തിട്ടാണല്ലോ SDI. അപ്പം അവരുടെ ഡിസിഷൻ അത് പാളി എന്നുള്ളതാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉറപ്പായിട്ടും ഏറ്റെടുക്കേണ്ടത് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തിത്വം തന്നെയാണ്. ഇങ്ങനെയുള്ള അത് അദ്ദേഹം ഏറ്റെടുത്തേ പറ്റുള്ളൂ. സസ്റ്റൈനബിലിറ്റി, ക്ലബിൻ്റെ സസ്റ്റൈനബിലിറ്റി എന്ന് മാത്രമല്ല, അപ്പം കുറേ ഫാൻസ് ഉണ്ട് എന്നെ പോലെയുള്ള ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് 10,000 ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട്. സോ അവരുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലും റെസ്പോൺസിബിലിറ്റി ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഐ ഡോണ്ട് നോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ്. മറ്റൊരു വീഡിയോ ഞാൻ സൈൻ ഓഫ്.